നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സതീശനിസം എന്നൊരു സംഭവമില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞ ഒരു വാചകമാണ്. കേരളത്തിൽ പിണറായിസവുമില്ല, സതീശനിസവുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇസം എപ്പോഴും വരുന്നത് കമ്മ്യൂണിസത്തിനകത്താണ്. അതായത് സ്റ്റാലിനിസം, പിണറായിസം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കാണ് ഇങ്ങനെ ഒരു ഇസം ചേർത്ത് പറയുന്നത്. അത് കോൺഗ്രസ്സിൽ പൊതുവേ ഉള്ള ഒരു സംഭവമല്ല. അതായത് നെഹ്റു ഇസമെന്നോ അല്ലെങ്കിൽ സോണിയ ഇസമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കോൺഗ്രസ്സിൽ പറയാറില്ല. കാരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു പാർട്ടിയാണ്. നമുക്കറിയാലോ, കോൺഗ്രസ് പിളരുന്തോറും വളരുന്തോറും പിളരും എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് ഒരു ഇസം അവരാരും എന്തായാലും കോൺഗ്രസ്സിലുള്ള പാർട്ടിയിലുള്ള ആരും അങ്ങനെ ഒരു ഇസം മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അൻവർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇലക്ഷന് മുന്നായിട്ട്, നിലമ്പൂർ ഇലക്ഷന് മുന്നേ ഒരു ദിവസം പ്രസംഗിച്ചപ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവന പറഞ്ഞത്. അത് അദ്ദേഹം എന്ത് ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്? ഒരുപക്ഷെ സതീശനെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സതീശനാണെന്ന രീതിയിലാണ് സംസാരം. അങ്ങനെ ഒരു സംസാരമൊക്കെ അൻവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, അൻവർ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അൻവറിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. കാരണം തിരിച്ച് വീണ്ടും CPM-ലേക്ക് ചെല്ലാൻ അൻവറിന് സാധ്യമായിരിക്കില്ല. പിന്നെ എന്താ പറയുക, ഇവരുടെ കോൺഗ്രസ് കൊടുക്കത്തില്ല. അപ്പോൾ അൻവറിൻ്റെ കാര്യം വളരെ ശോകാവസ്ഥയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെന്നിത്തല ഇതിനോട് പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെ, ഈ അൻവറിൻ്റെ പ്രസ്താവനയോട് പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് സതീശനിസം എന്നൊരു ഇസം ഇല്ല എന്നുള്ളത്. നമുക്കറിയാം, സതീശൻ എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രതിപക്ഷ നേതാവല്ല. അതായത് ഇടതുപക്ഷത്തിനോട് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ, പിണറായി മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ വിമർശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു മൗനം പാലിക്കുന്നത് പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവ് ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക്. അതായത് കേന്ദ്രത്തിലുള്ള അതേ അവസ്ഥ തന്നെയാണ്, ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലും ഉള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമുക്ക് VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയത്തും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്തും ഒക്കെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് എടുത്തറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇപ്പോൾ ഇല്ല. അത് കേന്ദ്രത്തിലാണെങ്കിലും ഇവിടെ കേരളത്തിലാണെങ്കിലും. ഒരു സ്ഥലത്ത് ഭരണം നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ വളരെ മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാകും എന്നാണ് പറയുക. അതെ, കാരണം ഭരണത്തിന്റെ പാളിച്ചകളും ഭരണത്തിലെ തെറ്റുകുറ്റങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ എല്ലാ കാലത്തും ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവണമെന്നാണ്. നല്ല പ്രതിപക്ഷമാണ് ശരിക്ക് നല്ല ഭരണം കൊണ്ടുപോകുന്നത് എന്നാണ് വസ്തുത. അതെ, അതില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അരാജകത്വത്തിലോട്ടുള്ള പോക്കാണ്. കാരണം അങ്ങനെ ഒരു രാജ്യം അത് നമ്മൾ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നൊക്കെ പലരും സ്വപ്നം കാണുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഒരു 10% അല്ലെങ്കിൽ 20% എന്നുള്ള രീതിയിലെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പാർട്ടിയുടെ കുറച്ചും കൂടെ ഹീനമായ മറ്റൊരു ശക്തിയുടെ ജനനത്തിന് അത് കാരണമാകും. അതുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ ശക്തിയായിട്ട് ഇവിടെ ആവശ്യമാണ്, അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. പക്ഷെ അവർ ആ പ്രതിപക്ഷത്തിൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പം ഈ സതീശനിസം എന്നിവർ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം സോഷ്യലിസം, അതായത് കോൺഗ്രസിൻ്റെ ആ ഒരു പഴയ നെഹ്റുവിൻ ആശയങ്ങളുണ്ടല്ലോ, സോഷ്യലിസം പോലെ, അതായത് ഇപ്പം അങ്ങനെ എന്തെങ്കിലുമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ചെന്നിത്തല ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വ്യക്തമാണ്. അതായത് അങ്ങനെ ഒരു ഇസം ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് കോൺഗ്രസിൽ വ്യക്തി ആരാധന ഇല്ല. അതായത് CPM-ലും BJP-ലും ഒക്കെ ഉള്ള പോലെ ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ളൊരു പാർട്ടിയല്ല. അതായത് നമുക്ക് ഇവിടെ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, കരുണാകരൻ പോലുള്ള ഒരു ശക്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ട് മാത്രമല്ല ഒരു പാർട്ടി നിൽക്കുന്നത്. അത് ദേശീയ തലത്തിൽ നോക്കിയാലും സംസ്ഥാന തലത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. കാരണം വ്യക്തികൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി പൂജ എന്നുള്ള രീതിയിൽ ഈ പാർട്ടി മാറിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഇസം എന്ന് പറയുന്നത് ഒരു കാലത്തും ഉണ്ടായി വരാത്തൊരു കാര്യമാണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ ഇസം കോൺഗ്രസിലോട്ട് അൻവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അൻവറും സതീശനും തമ്മിൽ എന്തെങ്കിലും, അതായത് അൻവർ പിണറായി വിജയനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, പിണറായി RSS കോക്കസ് നിലവിലുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒരു എന്തെങ്കിലും അന്തർധാര ഇവർ തമ്മിലുണ്ടോ, അതായത് നമ്മുടെ സതീശനും അൻവറും തമ്മിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല സതീശനും അൻവറും തമ്മിൽ അങ്ങനെ ഒരു ധാരണയ്ക്കുള്ള സാധ്യതകൾ വളരെ അപൂർവമാണ്. കാരണം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അൻവർ ഇപ്പം UDFന്റെ ഭാഗമായിട്ടിരിക്കേണ്ടിരുന്ന ആളാണ്. പക്ഷെ അൻവറിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 നിലമ്പൂർ മണ്ഡലം അൻവർ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? സ്വതന്ത്ര CPMന്റെ ഒരു സ്വതന്ത്ര തന്ത്രം ഇറക്കിയിട്ടുള്ളതാണ്. അല്ല, നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇടതുപക്ഷത്തിന്റെ കോട്ടയല്ല. അത് എല്ലാ കാലഘട്ടത്തിലും UDFനോട് അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ആദ്യത്തെ മത്സരമല്ല അവിടെ. അൻവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുന്നേ മത്സരിച്ച് അൻവറിന്റെ ശക്തി തെളിയിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷം അൻവറിനെ പോലുള്ള ഒരാളെ നിലമ്പൂരിൽ പരീക്ഷിച്ച് നോക്കാം. ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല, നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ അവിടെ കൂടുതലും മറ്റ് മതക്കാരുള്ള സ്ഥലമാണ്, മറ്റ് മതക്കാർക്കും കൂടുതൽ വോട്ടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അൻവറിനെ ഒന്ന് പരീക്ഷിക്കാം എന്ന ഇതിലാണ് 2016 അൻവറിനെ അവിടെ മത്സരിപ്പിക്കുന്നതും അൻവർ അവിടെ ജയിച്ച് കയറുന്നതും. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2021 തെരഞ്ഞെടുപ്പിലാണെങ്കിലും അൻവറിനെ അവിടെ മത്സരിപ്പിക്കുന്നു. അൻവർ എന്താ പറയുക, MLA ആയി പോയതിനു ശേഷം പലപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല, അങ്ങ് ഖനികൾ തേടിയുള്ള യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അൻവർ മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത്. പക്ഷേ അൻവർ ആ തെരഞ്ഞെടുപ്പും വളരെ സുഗമമായിട്ട് ജയിച്ചു കയറുകയാണത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സതീശനിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അൻവറിൻ്റെ മുന്നിൽ ഇനി രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. അപ്പോൾ അൻവർ ഇങ്ങനെ ഓരോ ആൾക്കാർ പിണറായിസും സതീശനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, രമേശ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവനയോട് നമുക്ക് കൂട്ടി വായിക്കേണ്ട കാര്യം, ചെന്നിത്തല യുവ നേതാക്കൾക്ക് കൃത്യമായിട്ടൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഹുലിനും ഷാഫി പറമ്പിലിനാണ്. എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പെരുമാറേണ്ടതെന്നും നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് എത്രത്തോളം ആയിരിക്കും എന്നും മനസ്സിലാക്കണം എന്നാണ് രാഹുലിനോടും ഈ പറഞ്ഞ ഷാഫിയോടും ചെന്നിത്തല മുന്നറിയിപ്പ് കൊടുക്കുന്നത്. കാരണം അവർ ഒട്ടും പക്വതയില്ലാത്ത രീതിയിലാണ് രണ്ട് ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുന്ന ഒരു സ്ഥലത്ത്, പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായിട്ടും വാഹന പരിശോധന നടത്തും എന്നുള്ളത് ഇവർക്കറിയാം. ഇവർക്കെന്നല്ല ഏതൊരാൾക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് ഇവർ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്തിനാണ് വാഹനം പരിശോധിക്കുന്നത് എന്നതിനെക്കുറിച്ച്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹന പരിശോധനകളെല്ലാം വീഡിയോ ചിത്രീകരിക്കുന്നതാണ്, ഒരു വർഷം സൂക്ഷിച്ചു വെക്കുന്നതാണിത്. അപ്പോൾ അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് വെക്കുന്ന ഒരു പരിശോധനയ്ക്കിടയിലാണ് ഈ ഷാഫി പറമ്പിലും രാഹുലും ഇമാതിരി ഒരു ഷോ കാണിച്ചത്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചെറുതൊന്നുമല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടിയാണ് രമേശ് ചെന്നിത്തല ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയത്. സതീശനിസം ഇല്ല, യുവനേതാക്കൾ മര്യാദയോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.